പ്രിയപ്പെട്ട ഭക്ത, നീ എന്തിനാണ് വ്യർത്ഥമായി ചിന്തിച്ച് ആകുലപ്പെടുന്നത്? എന്തിനാണ് നീ ഭയപ്പെടുന്നത്? നിന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല. കാരണം നിന്റെ ഉള്ളിലെ ചൈതന്യം ഞാനാണ്. നീ ഇന്നലകളിൽ അനുഭവിച്ച വേദനകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കരുത്. നടന്നതെല്ലാം നല്ലതിന്, നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി നടക്കാൻ പോകുന്നതും നല്ലതിന് തന്നെയായിരിക്കും. നിനക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നീ എന്തിനു വിലപിക്കുന്നു? നീ ഇവിടെ എന്തു കൊണ്ടുവന്നു അത് നഷ്ടപ്പെടാൻ? നീ എന്തു നിർമ്മിച്ചു അത് നശിച്ചു പോകാതിരിക്കാൻ? ശൂന്യമായ കൈകളോടെയാണ് നീ വന്നത്, ശൂന്യമായ കൈകളോടെ തന്നെ മടങ്ങും. ഇന്ന് നിന്റേത് എന്ന് നീ കരുതുന്നത് ഇന്നലെ മറ്റാരുടേതോ ആയിരുന്നു. നാളെ അത് വേറൊരാളുടേതാകും. ഈ മാറ്റമാണ് പ്രപഞ്ചത്തിന്റെ നിയമം. ആ നിയമത്തിൽ നീ വിശ്വസിക്കുക. നിന്റെ കടമകൾ നീ ചെയ്യുക. ഫലം എനിക്ക് വിട്ടുതരിക. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ മാറ്റി